വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ വാരം വലിയന്നൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. 20-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നിരവധി വൻ മരങ്ങൾ ഉൾപ്പെടെ കടപുഴകി വീണു. നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും നിലംപൊത്തിയിട്ടുണ്ട്. ഈ നാടാകെ വലിയ ഭീതിയിലാണ്. കണ്ണൂരിൽ വീണ്ടും ചുഴലി ആഞ്ഞടിച്ചതിന്റെ ആഘാതത്തിലാണ് നാട്. വാരം വലിയന്നൂർ മേഖലയിൽ കനത്ത നാശനഷ്ടം വിതച്ചാണ് കാറ്റടിച്ചത്. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു നാടിനെ വിറപ്പിച്ച ചുഴലിക്കാറ്റ്. വൻ മരങ്ങൾ ഉൾപ്പെടെ പൊട്ടിയും കടപുഴകിയും വീണു. വലിയന്നൂർ റോഡരികിലെ ലോട്ടറി സ്റ്റാളിലുണ്ടായിരുന്ന മുണ്ടേരി ചാപ്പയിലെ ഉത്തമൻ ചുഴലിയിൽ പാറിപ്പോയി. വീഴ്ചയിൽ ഉത്തമന് മുഖത്തും കൈകാലുകൾക്കും പരിക്കേറ്റു. ഉഗ്രശബ്ദത്തോടെയാണ് ചുഴലി വീശിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. വാരം കടാങ്കോട് ചുടല റോഡിലെ വീടുകളിൽ നിരവധി വീടുകളിലാണ് ഇത്തരത്തിൽ കൂറ്റൻ മരങ്ങൾ കടപുഴകി വീണത്. നമ്മളോടൊപ്പം ഈ വീട്ടു ഉടമസ്ഥനായ സുരേഷനുണ്ട്. എന്താ സംഭവിച്ചത്? എന്താണ്? രാവിലെ ഒരു 7:30 ആകുമ്പോൾ ഒരു കാറ്റ് വരുന്നുണ്ട്. നമ്മളെല്ലാം വീട്ടിൽ വല്ല ഉറങ്ങിച്ചിട്ട് ഉണ്ടായിന്. പെട്ടെന്ന് ഒരു ഒച്ച കിട്ടി. നമ്മൾ വിചാരിച്ച് വേറെ ഇടിമൊഴി പൊട്ടിയെന്ന് വെച്ചാൽ പുറത്ത് പോയി നോക്കി. പുറത്തുനിന്ന് കണ്ടില്ല. പോയി നോക്കുമ്പോൾ ബാക്കിൽ വന്ന് നോക്കുമ്പോൾ അത് ഷീറ്റെല്ലാം പുള്ളി ഇങ്ങനെ വീണ സ്ഥിതിയിൽ കാണും. അപ്പോൾ തന്നെ നമ്മൾ മരം മുറിക്കാനുള്ള ആൾക്കാരെ എല്ലാം വിളിച്ച് ഫോൺ ചെയ്ത് വന്ന് നമുക്ക് പറ്റാവുന്ന മരങ്ങളെല്ലാം മുറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തടിമരം മുറിക്കണമെങ്കിൽ ക്രെയിനോ അല്ല വേറെ കലാശികളോ ഒന്നും ഇല്ലാണ്ടാവില്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം ഇവിടെ വെച്ചിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് വീടിനൊരു അപകട ഭീഷണിയാണ്. അപകട ഭീഷണിയാണ്. ഇതിപ്പോൾ എത്രയും വെയിറ്റുള്ള ഒരു മരമാണ് നമ്മൾ വീട്ടിൻ്റെ മേലെ നിൽക്കുന്നത്. അപ്പോൾ ഒരു അപകട ഭീഷണി തന്നെയാണ് ഉള്ളത്. എന്താ പോകാമെന്ന് പറയുന്നില്ല. അതായിപ്പോൾ അവസ്ഥയുള്ളത്. ആകെ ഭയന്നുപോയോ? എന്താ വലിയ ശബ്ദമായിരുന്നു? വലിയ ശബ്ദത്തിലായിരുന്നു. ഒന്നാമത് ഷീറ്റിൻ്റെ മേലെ കൊന്നുകൊണ്ടിരുന്ന ഷീറ്റിൻ്റെ ഒച്ചയും മരമ്പ് കുന്ന ഒച്ചയെല്ലാം കൂടി നമ്മളാകെ ഭയന്ന് ഇതായിപ്പോയി. കാരണം വിറച്ചു പിന്നെ ഒരു ഈ കഴിഞ്ഞ ദിവസം എളിയാവൂർ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിന് സമാനം തന്നെയാണോ? വ്യാപകമായ നാശനഷ്ടമുണ്ടോ? വ്യാപകമായ നാശം ഇവിടെ അടുത്തടുത്തെല്ലാം ചിലരുടെ വീടുകളിലും വീണിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഇത് അത്ര വലിയ വലിപ്പമുള്ള മരമല്ല. ഇത് വലിപ്പമുള്ള മരമായതുകൊണ്ട് നമുക്ക് മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള. നിരവധി കച്ചവട സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും മേൽക്കൂരയും ഷീറ്റുകളും കാറ്റിൽ പാറിപ്പോയി. റോഡിൽ നിർത്തിയിട്ട കാർ മീറ്ററുകൾക്കപ്പുറത്തേക്ക് ചുഴലി എടുത്തുകൊണ്ടുപോയതായും നാട്ടുകാർ പറഞ്ഞു. ആ സമയത്ത് റോഡിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ നിലവിളിച്ചോടി. വൻ നാശനഷ്ടമാണ് 2 ഡിവിഷനുകളിൽ ഉണ്ടായതെന്ന് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ KP അബ്ദുൾ റസാഖും ശ്രീജ ആരംഭനും പറഞ്ഞു. ഈ വാരം വലിയന്നൂർ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം കോർപ്പറേഷൻ കൗൺസിലർമാരായ KP അബ്ദുൾ റസാഖും അതോടൊപ്പം തന്നെ ശ്രീജ ആരംഭനുമുണ്ട്. എന്താണ് സംഭവിച്ചത്? വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഇന്ന് രാവിലെ കാലത്തൊരു 7:30 മണി സമയത്താണ് വലിയ ചുഴലിക്കാറ്റിൽ നമ്മൾ ഈ കണ്ണൂർ കോർപ്പറേഷനിലെ വാരം വലിയന്നൂർ, അതായത് 15, 16, 21 ഡിവിഷനുകളിലെ പ്രദേശത്ത് ഈ കാറ്റ് വീശിയിട്ടുള്ളത്. അതുകൊണ്ട് 10-20 വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് മരങ്ങൾ കടപുഴകി വീണിട്ടാണ് വലിയ അപകടം സംഭവിച്ചിട്ടുള്ളത്. വലിയ നാശനഷ്ടങ്ങൾ. അപ്പം നമ്മളൊക്കെ ഇന്ന് പൊതുപ്രവർത്തകന്മാരും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ ടീമൊക്കെ വന്നിട്ടാണ് ഇതൊക്കെ നീക്കം ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വലിയ മരമാണ് ഈ വീട്ടിലേക്ക് വീണിട്ടുള്ളത്. അപ്പോൾ അത് ക്രെയിന് വന്ന് മാത്രമേ നീക്കം ചെയ്യാൻ പറ്റൂ. ഈ നാശനഷ്ടങ്ങളൊക്കെ നമ്മളൊക്കെ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും ഭരണാധികാരികൾ നമ്മളിപ്പോൾ ഒരു കണ്ണൂർ കോർപ്പറേഷൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട ആളെന്ന നിലക്കാണ് നമ്മൾ ഈ രംഗത്തേക്ക് ഇപ്പം വന്ന് ഇവരെ ഇപ്പം താൽക്കാലികമായി സമാധാനപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ഈ ഗവൺമെൻറ്റും ഇതിൽ കാര്യമായ ധനസഹായം ചെയ്ത് ഇവരെയൊക്കെ ദുഃഖത്തിൻ്റെ ഒക്കെ കൂടെ ചേർന്ന് നിൽക്കേണ്ടതുണ്ട് ആണ് നമുക്കിപ്പം പറയാനുള്ളത്. അപ്പം പ്രകൃതിയുടെ ഒരു വലിയ
ഇതാണ്. അപ്പം ഈ നാശനഷ്ടം നമ്മളെല്ലാവരും സഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഏറെ വളരെ സാമ്പത്തികമായിട്ട് ഉള്ള ബുദ്ധിമുട്ടുള്ളവരാണ് ഈ ഭാഗത്തുള്ളവരൊക്കെ. അപ്പോൾ അവരെയൊക്കെ സഹായിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സഹായം ഉണ്ടാകേണ്ടതുണ്ട്. ഏതെങ്കിലും വീടുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അത് ഉണ്ടായിട്ടില്ല. കാരണം വലിയ നാശനഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നാശനഷ്ടങ്ങളാണ്. ഇപ്പോൾ റസാഖ് കൗൺസിലർ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട്, കാരണം എല്ലാം പാവപ്പെട്ടവരാണ്, വളരെയധികം പാവപ്പെട്ടവരാണ്. കാരണം നമ്മൾ എങ്ങനെയാണ് നമുക്ക് സർക്കാരിൽ നിന്ന് സഹായം, നമ്മുടെ ഭാഗത്തുനിന്ന് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് വേണ്ട വിധത്തിൽ സഹായം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അധികൃതരെ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ നമുക്ക് വേണ്ട വിധത്തിലുള്ള സഹായം അനുവദിച്ചു തരണമെന്നാണ് എനിക്ക് ഈ അവസരം പറയാനുള്ളത്. വാരം എളിയാവൂർ മേഖലകളിൽ ചുഴലിക്കാറ്റിൽ കേബിൾ TV ലൈനുകൾക്കും വൻ നാശനഷ്ടം നേരിട്ടു. ഈ ചുഴലിക്കാറ്റിൽ ഇലക്ട്രിക് ലൈനുകൾ മാത്രമല്ല കേബിൾ TVയുടെ കേബിൾ ലൈനുകളും വ്യാപകമായി തന്നെ നശിച്ചിട്ടുണ്ട്. കേരള വിഷൻ്റെ കേബിൾ ലൈനാണ് ഈ ഭാഗത്തുള്ളത്. നമ്മുടെ ഇപ്പം ഓപ്പറേറ്ററുണ്ട്. എന്താണ്, വലിയ നാശനഷ്ടമാണോ? ഭയങ്കര നാശനഷ്ടമാണ്. രാവിലെ ഒരു 7:10 അടിച്ച ചുഴലിക്കാറ്റ് മുണ്ടേരി ഭാഗത്തുനിന്നാണ് വന്നത്. വലിയ ശബ്ദത്തോടു കൂടിയാണ് ഇങ്ങോട്ടേക്ക് അടിച്ചത്. എളിയാവൂർ സൗത്തിലേക്കാണ് അത് അങ്ങോട്ടേക്ക് പോയത്. അതിൽ നമ്മളെ മെയിൻ കേബിളുകളും മറ്റുള്ള എല്ലാ കേബിളുകളും തകരാറായിട്ടാണ് ഉള്ളത്. കാരണം ഇനി വൈദ്യുതിൻ്റെ ലൈനുകളും തൂണുകളും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ലൈനിൻ്റെ വർക്ക് നടക്കാൻ പറ്റൂ. മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള അവർ കേബിൾ കട്ടായിട്ടും ഇൻ്റർനെറ്റ് കട്ടായിട്ടും ആൾ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഏത് രീതിയിൽ ഫോൺ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളൂ. രാവിലെ മുതൽ ഈ വേഷത്തിൽ ഇങ്ങനെ ഇവരെ കൂടെ തന്നെ ലൈൻ തന്നെയുള്ള മരങ്ങളെല്ലാം ഇപ്പം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം JCB വന്നിട്ട് മരങ്ങൾ മാറ്റുന്നുണ്ട്. KSEBിൻ്റെ വർക്കും കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ നമ്മളെ പുനർനിർമ്മാണം തുടങ്ങാൻ പറ്റും. അതിന് നാശനഷ്ടങ്ങളൊന്നും പറയാൻ ഒന്ന് സഹകരിക്കുക, അത്രയേ പറയാനുള്ളൂ. ഈ മേഖലയിൽ കേബിൾ TV ഇന്റർനെറ്റ് സൗകര്യം പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കുമെന്നും കേബിൾ TV ഓപ്പറേറ്റർമാർ അറിയിച്ചു. സൈറൻ മുഴങ്ങുന്ന ശബ്ദത്തോടെ എത്തിയ ചുഴലിയിൽ മിനിറ്റുകൾക്കകമാണ് കനത്ത നാശനഷ്ടം ഉണ്ടായത്. വലിയന്നൂർ റോഡരികിലെ വസുമതി ഫ്ലോർ മില്ലിന് മുകളിൽ മരം വീണു. തൊട്ടടുത്ത പറമ്പിലെ പ്രഭാകരൻ എന്നയാളുടെ പ്രഭാവം വീടിന് മുകളിലും മരം വീണു. ഈ ഭാഗത്ത് നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും നിലംപൊത്തിയിട്ടുണ്ട്. നാട്ടുകാരും KSEBയും ഫയർഫോഴ്സും ഉൾപ്പെടെ ചേർന്നാണ് റോഡിലെ തടസ്സങ്ങളെല്ലാം നീക്കിയത്. എളിയാവൂർ ധർമ്മോദയം LP സ്കൂളിനു മുകളിൽ മരം വീണ് ഓടുകൾ തകർന്നു. കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ പുതുക്കി പണിതത്. ആയങ്കി റോഡിലെ സരോജിനിയുടെ പറമ്പിലെ മരം കടപുഴകി തൊട്ടടുത്ത ഇക്ബാലിന്റെ മെഹറാസ് എന്ന വീടിന് മുൻവശത്ത് വീണു. ആയങ്കി കനാലിന് സമീപത്തെ KM ബാലകൃഷ്ണന്റെ വീടിന് മുകളിലും കൂറ്റൻ മരം വീണു. അത്ഭുതകരമായാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. കുന്നത്ത് അലി, വാരം തക്കാളിപ്പിടിക്ക് സമീപത്തെ VP രാമകൃഷ്ണൻ, സിദ്ദിഖ് പള്ളിക്ക് സമീപത്തെ PP സുരേശൻ, PP രവീന്ദ്രൻ എന്നിവരുടെ വീടുകൾക്ക് മുകളിലും മരം വീണ് നാശനഷ്ടമുണ്ടായി. ആയങ്കി റോഡിൽ താഹിറ, ഗഫൂർ എന്നിവരുടെ വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വാരം കടാങ്കോട് റോഡിലും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ശാസ്താംകോട്ട ലക്ഷം വീട് കോളനിയിലെ അമ്മാളുവിന്റെ വീടും തകർന്നു. വീട്ടിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, കൗൺസിലർമാരായ KP അബ്ദുൾ റസാഖ്, ശ്രീജ ആരംഭൻ, PP വത്സലൻ, റവന്യൂ വില്ലേജ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഈ രണ്ടിടങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം എളിയാവൂർ മേഖലയിൽ ഉണ്ടായ ചുഴലിക്കാറ്റിന് സമാനമാണ് വാരം വലിയന്നൂർ മേഖലയിൽ വ്യാഴാഴ്ച രാവിലെ ഉണ്ടായ ചുഴലിക്കാറ്റ്. 5 മിനിറ്റ് നേരം കൊണ്ട് വലിയ മരങ്ങൾ ഉൾപ്പെടെ കടപുഴകി വീഴുകയാണ് ഉണ്ടായത്. നാടാകെ ഭയന്നു വിറച്ച നിമിഷങ്ങളായിരുന്നു അതെന്നാണ് പ്രദേശവാസികളെല്ലാം പറയുന്നത്. വലിയന്നൂരിൽ നിന്നും ബിജു അഴീക്കോടിനും രത്നാകരൻ മുണ്ടേരിക്കുമൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.